ഇതൊരു പാക്കറ്റ് കയ്യിലുണ്ടെങ്കിൽ ഒരു ടിഷ്യൂ മതി നിങ്ങൾക്ക് ഒരു നേരത്തെ ഭക്ഷണം. ഇക്വലന്റ് ടു വൺ മീൽ എന്നാണ് പറയുന്നത്. അത് നമ്മൾ അതിലേക്ക് എണ്ണ ഒന്നും ഇല്ല കേട്ടോ, ഒരു എണ്ണ ഇല്ലാതെയാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് പൊട്ടി തുടങ്ങി മണം മാറി അത് തന്നെ ഗോൾഡനായി ഗോൾഡൻ കളറിലോട്ട് മാറി. ഈ സീഡ് നമ്മൾ യൂസ് ചെയ്യുന്നത് എന്ത്? ഫ്ലാക്സ് സീഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്കിന്നിന് വളരെ നല്ല സാധനമാണ്, ഹെയറിന് നല്ലതാണ്. യെസ്, അത് നമ്മൾ ആഡ് ചെയ്യണം. നമുക്ക് ഇളക്കുമ്പോൾ പരുവ അറിയാം. അല്ലേ, നമ്മൾ ഇതേ ഒരു ലഡു കഴിക്കാൻ വന്ന ലഡു കഴിക്കണമെങ്കിൽ ഈ നിൽക്കുന്ന അജിത ചേച്ചിയുടെ ലഡു കഴിക്കണമെന്നാണ് പരക്കെ പറഞ്ഞു കേൾക്കുന്നത്. ഇവിടെ വന്നപ്പം ഈ നമ്മൾ സാധാരണ ലഡു എന്ന് പറയുന്ന സാധനത്തിൻ്റെ കോൺസെപ്റ്റ് മൊത്തം പൊട്ടിച്ചെന്നാണ് ഇവിടെ ഇരിക്കുന്ന സാധനങ്ങൾ. നോക്കിയേ, ഇത് എല്ലാം കൊണ്ടാണ് ലഡു ഉണ്ടാക്കണം എന്ന് പറയുന്നത് അല്ലേ ജിതി? ഇത് എന്താ സംഭവം, എന്തൊക്കെ ഇതൊക്കെ ഉള്ളത്? നിലക്കടല, പൊട്ടുകടല, അത് രണ്ടും കഴിഞ്ഞാൽ മെയിൻ ഇൻഗ്രീഡിയന്റ് എന്ന് പറയുന്നത് ഇത് രണ്ടുമാണ്. അത് കഴിഞ്ഞാൽ അതിന്റെ പ്രൊപ്പോർഷനിൽ നമ്മൾ ഫ്ലാക്സ് സീഡ്, മില്ലറ്റ് ആണ്, ചിയ സീഡ്, അത് കഴിഞ്ഞാൽ നട്ട്സ് വരും, ഒരു സീഡും കൂടെ ഉണ്ട്, പംകിൻ സീഡ്. ഇത് ഷുഗർ ഫ്രീ ആണ്. അപ്പൊ ജാഗരിയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഈ ലഡുവിന് അജിത ചേച്ചിയുടെ പേരെന്ന് പറയുന്നത് പ്രോട്ടീൻ ലഡു. അതായത് ലഡുവും കഴിക്കാം, നമുക്ക് ശരീരത്തിന് ആവശ്യം വേണ്ട പ്രോട്ടീനും കിട്ടുമെന്ന് പറയുന്നത്. പ്രോസസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഡീപ്പ് റോസ്റ്റ് ചെയ്യും എല്ലാം. അപ്പൊ ഡീപ്പ് റോസ്റ്റ് ചെയ്യുന്ന രണ്ട് ഗുണങ്ങളുണ്ട്. ഒന്ന്, നമ്മുടെ പ്രോഡക്റ്റ് കേടുവരില്ല. പിന്നെ അതിലെ നാച്ചുറൽ ഓയിൽ നമുക്ക് അപ്പൊ അത് ശരീരത്തിന് ഗുണമുള്ള ഓയിലാണ്. അപ്പൊ നമ്മൾ ഫസ്റ്റ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ നിലക്കടല ഡീപ്പ് ഫ്രൈ ചെയ്യാൻ പോകല്ലേ. നമ്മുടെ കപ്പലണ്ടി നമ്മൾ അത് വറക്കാനൊക്കെ ഉപയോഗിക്കുന്ന ഏറ്റവും സൗകര്യമാണ് പാളയുടെ അല്ലേ. ഇത് ഒന്നിച്ച് നമുക്ക് വറക്കാൻ പറ്റില്ല, കാരണം ഓരോന്നിനും ഓരോ വറവാണ് അതിന്റെ അളവ്. ഓരോന്നായിട്ട് നമുക്ക് എല്ലാം സെപ്പറേറ്റ് ആയിട്ട് ഡീപ്പ് റോസ്റ്റ് ചെയ്യണം. ഡീപ്പ് റോസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഇതിന്നൊരു ചട്ടപ്പെട്ട ശബ്ദം കേൾക്കും. അതുവരെ നമ്മൾ വറക്കണം. അതാണ് അതിന്റെ അളവ്. നമ്മുടെ പാകം എന്ന് പറയുന്നത് ആ ശബ്ദമാണ്. നമുക്ക് കേട്ടാ ശബ്ദം കേട്ടായിരുന്ന. അപ്പൊ ഇപ്പൊ നമുക്ക് മാറ്റാം. ഇതുകൊണ്ട് ഈ സാധനം സൗകര്യം. ചട്ട കൈ പൊള്ളില്ല, നമുക്ക് കറക്റ്റ് ആയിട്ട് എടുത്ത് മാറ്റാം. അടുത്ത നമ്മുടെ പൊട്ടുകടലയാണ്. ഇത് ഒന്ന് ഒരു ബ്രൗൺ, വല്ലാതെ ബ്രൗൺ ആവില്ല, എന്നാലും ഡീപ്പ് റോസ്റ്റ് പേഴ്സണൽ യൂസിന് സ്റ്റാർട്ട് ചെയ്തതാണ് ആണല്ലേ, മോൾക്ക് വേണ്ടിയിട്ട്. അപ്പോൾ അതിന്റെ ആവശ്യക്കാര് അവളുടെ സുഹൃത്തുക്കൾ തന്നെ ഉണ്ടായി. ഇപ്പൊ ഷൂട്ടൊക്കെയാണ്, രാവിലത്തെ ഭക്ഷണം എടുക്കാൻ പറ്റില്ല, ബ്രേക്ക്ഫാസ്റ്റ്. ഇതൊരു പാക്കറ്റ് കയ്യിലുണ്ടെങ്കിൽ ഒരു ടിഷ്യൂ മതി നിങ്ങൾക്ക് ഒരു നേരത്തെ ഭക്ഷണം. ഇക്വലന്റ് ടു വൺ മീൽ എന്നാണ് പറയുന്നത്. ഒരു ലഡു കഴിച്ചാൽ നമുക്ക് അത് അങ്ങനെ ശീലമായ വെയിറ്റ് ലോസും ആയി. പക്ഷെ വെയിറ്റ് ലോസിന് ചെയ്യുമ്പോൾ നമ്മൾ എന്താ സാധാരണ പറ്റുക, നമുക്ക് ന്യൂട്രിയൻസ് കിട്ടില്ല, നമ്മൾ പെട്ടെന്ന് കട്ട് ഷോർട്ട് ചെയ്യല്ലേ ഫുഡ്. ഇത് അങ്ങനെയല്ല, നമ്മൾ ഇത് കഴിക്കുമ്പോൾ വെയിറ്റ് വെക്കില്ല, പക്ഷേ സ്റ്റിൽ നമുക്ക് വേണ്ട ന്യൂട്രിയൻസ് എല്ലാം കിട്ടുകയും ചെയ്യും. വരാൻ തുടങ്ങി. അപ്പൊ നമുക്കിതും ഒരുമിച്ച് ഇടാട്ടോ. ബാക്കിയെല്ലാം ഒരുമിച്ച് വരും അല്ലേ? എല്ലാം ഒരുമിച്ച് അല്ല, ഇത് നമുക്ക് ഒരുമിച്ച് അങ്ങനെ ഒരുമിച്ചിടാന്ന്. പക്ഷെ വർക്കുന്നൊക്കെ സെപ്പറേറ്റ്. ഓക്കെ, അടുത്ത നമ്മള് അണ്ടിപ്പരിപ്പ് അല്ലേ. നമ്മളിത് ഇപ്പൊ എത്ര ലഡുവിനുള്ള ക്വാണ്ടിറ്റി നമ്മളിപ്പോ ഉണ്ടാക്കി കാണിക്കുന്നത്? ഇത് ഇപ്പോ 1/2 കിലോ ആണ് മെയിൻ ഇൻഗ്രീഡിയന്റ്. അതായത് 1/2 കിലോ പൊട്ടുകടല, 1/2 കിലോ നിലക്കടല. ഓക്കെ, അതുകൊണ്ട് ബാക്കിയെല്ലാം അതിന് വേണ്ട അളവാണ് എടുത്തിരിക്കുന്നത്. റേഷ്യോയിലാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. മാറ്റി നമ്മൾ അടുത്തത് ബദാം ഇട്ടു. ഇതിപ്പോ നമ്മള് ഏകദേശം നമ്മുടെ ബദാം അല്ലേ, ആ നിറം മാറി ഒരു ഗോൾഡൻ കളറിലോട്ട് എത്തി അല്ലേ. ഓക്കെ, ഇൻഗ്രീഡിയൻസ് നമ്മൾ ഓൾറെഡി നമ്മൾ മാറ്റി കഴിഞ്ഞു. അടുത്ത സീഡിനല്ലേ പോകുന്നത്? ഫ്ലാക്സ് സീഡിലേക്ക് പോകാം. പംകിൻ സീഡാണ്. യെസ്, 2, 4, 5ാമത്തെ ഐറ്റംസ് ഇപ്പം വറുത്ത് മാറ്റിക്കൊണ്ടിരിക്കുന്നത്. അത് നമ്മൾ അതിലേക്ക് എണ്ണ ഒന്നും ഇല്ല കേട്ടോ, ഒരു എണ്ണ ഇല്ലാതെയാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പൊ നമുക്ക് പൊട്ടി തുടങ്ങി മണം മാറി അത് തന്നെ ഗോൾഡൻ കളറിലോട്ട് മാറി. യെസ്, അതും മാറ്റി. ഈ സീഡ് നമ്മൾ യൂസ് ചെയ്യുന്നത് എന്ത്? ഫ്ലാക്സ് സീഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്കിന്നിന് വളരെ നല്ല സാധനമാണ്, ഹെയറിന് നല്ലതാണ്. അപ്പോൾ നമ്മൾ അടുത്ത സീഡ് എടുത്ത് യെസ് അത് നമ്മൾ ആഡ് ചെയ്യാണ്. ഇതൊക്കെ വളരെ വേഗത്തിൽ പോകുന്ന സാധനമല്ലേ ഇതൊക്കെ? അതെ, ഇത് വളരെ ഹാർട്ടിനൊക്കെ വളരെ നല്ല സാധനം. ഹാർട്ടിനാണ് നല്ലത്, ബോണിന് ഹാർട്ടിനൊക്കെ ആണല്ലോ. അതുപോലെ തന്നെ സ്ത്രീകളുടേതായ പ്രശ്നങ്ങൾക്കെല്ലാം ഓക്കെ, PCOD ഒക്കെ പറ്റിയ സാധനമല്ലേ?
നമ്മൾ ലാസ്റ്റ് സാധനം ഒന്ന് ചെറുതായിട്ടൊന്നല്ലേ ഒന്ന് ചെറുതായിട്ട് ചൂടാക്കിയാൽ മതി. കണ്ടന്റ് കളയുക അത്രേ ഉള്ളൂ. ജസ്റ്റ് ഒന്ന് അല്ലേ, ജസ്റ്റ് ഒന്ന് ചൂടാക്കിയാൽ അതിൻ്റെ അകത്തുള്ള വാട്ടർ കണ്ടന്റ് പോയി കിട്ടും. കേടുവരില്ല. ഈ സീഡ്സ് എല്ലാം നമ്മൾ വറുത്തു മാറ്റി ഇനി നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ ഈ ഇരിക്കുന്ന ശർക്കര ഇത് നമുക്ക് പാനിയാക്കണം. ഒരു കപ്പ് ഒഴിച്ചു മതിയാ? മതി. ഓക്കെ, നമ്മൾ ഈ ശർക്കര ഇട്ട് യെസ് നമ്മൾ നൂലുപരുവം എന്ന് പറയും. ഓക്കെ, തൊട്ട് മുൻപ് എടുക്കും. ഇതാണ് ആ നൂൽപ്പരുവ തൊട്ട് മുമ്പുള്ള അവസ്ഥ. ഇനി നമുക്ക് ഇത് പൊടിക്കണം. നമ്മൾ നമ്മുടെ സീഡും അതോ ഈന്തപ്പഴവും ഒക്കെ നമ്മൾ നല്ലോണം മൊരിച്ചെടുത്തിട്ടുണ്ട്. അത് നമ്മൾ ഇപ്പം ഇതിലിട്ടും കൂടി പൊടിച്ചെടുക്കുക. എന്നിട്ട് വേണം നമ്മൾ ഉണ്ടാക്കി വെച്ചാൽ പാനിക്ക് ആ കിടക്കുന്ന പാനിലോട്ട് എടുക്കാൻ വേണ്ടി. ഇതിന്റെ പാകം എന്ന് പറയുന്നത് നല്ല ഫൈൻ പൊടിയാവാൻ പാടില്ല. ഓക്കെ, നമുക്കൊന്ന് കടിക്കണം. ഓക്കെ. ഇതാണ് ആ പരുവ് അല്ലേ? ഒരു കടിക്കണം. നമുക്കിങ്ങനെ ലഡു കഴിച്ചു കഴിഞ്ഞാലും അത് വായിൽ അങ്ങനെ നിൽക്കണം. ഓക്കെ, അങ്ങനെ ഫുള്ള് പൊടിച്ചെടുത്തിട്ടാണ് നമ്മൾ ശർക്കര പാനിലോട്ട് ആഡ് ചെയ്യുന്നത്. ഓക്കെ, ആ പൊടിച്ച പൊടിയിലോട്ട് നമ്മൾ ഇനി 3 സാധനം കൂടി ചേർക്കാറുണ്ട് അല്ലേ? ഉണക്കമുന്തിരി മുറിച്ച് വെച്ചതാണ്. അത് നമ്മൾ അതിൻ്റെ മുകളിലോട്ട് ഇട്ട്, എള്ള അതിൻ്റെ മുകളിലോട്ട് എക്സ്ട്രാ ഇട്ട്, ജീരകം പൊടിച്ചല്ലേ? പൊടിക്കുന്ന സമയത്ത് നമ്മൾ ഏലക്ക ചേർത്തിട്ടുണ്ട്. ഏലക്ക മണം വരുന്നുണ്ട്. അതിന്റെ സീഡ് മാത്രം. ഓക്കെ, നമ്മുടെ ജീരകവും പൊടിച്ചതെല്ലാം അളവിലേക്ക് എത്തണം. അപ്പോൾ അതെ നമ്മുടെ ശർക്കര പാനിലോട്ട് നമ്മൾ പൊടിച്ചു വെച്ച് ഇടുകയാണ് അല്ലേ? ലേശം മതി എന്നാ പറഞ്ഞത്. കൂടിയാ പറയണേ. ഇല്ല, കുറച്ചും കൂടിയൊക്കെ ആവാം. ഫാസ്റ്റ് ആയിട്ട് ഇട്ടോളൂ, കുഴപ്പമില്ല. എല്ലാ ഭാഗവും ഒരേപോലെ ഇളക്കി എല്ലായിടത്തും ശർക്കര പാനി എത്തണം. അതുപോലെ തന്നെ നമ്മുടെ മിക്സറും എത്തി അത് ഉരുട്ടുന്ന പരുവത്തിലേക്ക് എത്തുന്നത് വരെ നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം. കുറച്ച് കഴിയുമ്പോൾ നമുക്ക് കുറച്ച് ഇളക്കാൻ പറ്റാത്ത രൂപത്തിലേക്ക് എത്തും. അതാണ് നമ്മുടെ പാകം. ഇപ്പൊ കളർ മാറി, പൊടിയുടെ കളറും ശർക്കരയുടെ കളറും കൂടി മിക്സഡായി. നമുക്ക് ഇളക്കുമ്പോൾ പരുവ അറിയാം. അല്ലേ, ഒന്നും കൂടെ ഒക്കെ ഒന്ന് ഇളക്കി. ഈ സമയത്ത് എള്ള് നമ്മൾ കുറച്ച് ബാക്കി വെച്ച് മിച്ചം വെച്ചിരിക്കുന്നല്ലേ? വെച്ചത് നമ്മളിതാ അതിന്റെ മുകളിലോട്ട് ഒരു ഭംഗിക്ക് നമ്മൾ എള്ള് നല്ലതാണ്. അതൊന്ന് കടിക്കുമ്പോൾ സുഖവും കിട്ടും അല്ലേ? കഴിഞ്ഞിട്ട് ജസ്റ്റ് ഒന്നും കൂടി അതൊന്ന് മിക്സ് ചെയ്യും. ഓക്കെ, അധ്യാപന ജോലി വേണ്ടാന്ന് വെച്ചു, റിസൈൻ ചെയ്തു. അതിട്ടാണ് നമ്മുടെ ഹെൽത്ത് പ്രോബ്ലം വന്നപ്പോൾ നമ്മൾ പ്രോട്ടീന്റെ പുറകെ പോയത് അല്ലേ? കുറച്ചും കൂടി ഹെൽത്തി ഫുഡ് അല്ലേ? ഫുഡ് പറയാ ആവാം, ഒരു ഹെൽത്തി നമ്മളൊരു പ്രൊഡക്റ്റ് കൊടുക്കുമ്പോൾ അതൊരു ഹെൽത്തി പ്രൊഡക്റ്റ് ആകാം എന്ന് തീരുമാനിച്ചത്. അപ്പോൾ അതെ നമ്മുടെ സമയമായി. അത് കറക്റ്റ് നമുക്ക് പിടിക്കാവുന്ന പരുവത്തിലല്ലേ? 6 വന്നു. നമ്മളിത് ഉരുട്ടി നമ്മുടെ ലഡു രൂപത്തിലേക്ക് എത്തി. ഓക്കെ, ഇത് എത്ര ഗ്രാം ഉണ്ടാവണം? 50 ഗ്രാം അല്ലേ? 50 ഗ്രാം ഉണ്ടാകണം. നമുക്ക് വേവ് ചെയ്ത് നോക്കാം. എൻ്റെ പൊന്നോ, ഇത് നോക്കിയേ, വേവിഷിനകത്ത് നോക്കിയേ, കൃത്യം 50 ഗ്രാം. ഒരു അങ്ങോട്ടോ ഇങ്ങോട്ടോ പോയിട്ടില്ല, കൃത്യം 50. അതാണ് അത് 6 മാസം കൊണ്ടുള്ള കണക്കാണ് 50 ഗ്രാം. ഇത് കണ്ട. അപ്പം ഈ ലഡു ഇതിപ്പോൾ കഴിക്കണമെങ്കിൽ കുറച്ച് സമയം കൂടി വേണം. കാരണം വെച്ചാൽ ഒന്ന് തണുത്ത് വന്നാലേ ഉള്ളൂ ടേസ്റ്റും കാര്യം കിട്ടുള്ളൂ. അപ്പം ഈ പ്രോട്ടീൻ ലഡു നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യണമെന്ന് വെച്ചാൽ താഴത്ത് കാണുന്ന നമ്പർ അജിതയുടെ നമ്പറാണ്, അല്ലെങ്കിൽ അജിത ടീച്ചർ നമ്പറാണ്. ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഓൾ ഇന്ത്യ അല്ലേ? ഓൾ ഇന്ത്യ കൊറിയർ സർവീസ് നിങ്ങൾക്ക് അയച്ചു തരും. നമുക്ക് കൊറിയർ ചെയ്യുന്നത് 8 എണ്ണത്തിന്റെ പാക്കാണ് ചെയ്യുന്നത്. 8 എണ്ണത്തിന്റെ പാക്കറ്റിന് 160 rupees പ്ലസ് കൊറിയർ ചാർജ്. വീണ്ടും മറ്റു വീഡിയോ അതുവരെ ബൈ.